ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മലയാള ഫിലിമിൽ ഏറ്റവും കൂടുതൽ അതിവിനയത്വം കാണിക്കുന്ന ഒരു നടനുണ്ടല്ലോ, അറിയാലോ, എല്ലാവർക്കും അറിയുന്ന ആളാണ് ജയറാം. ജയറാമിന്റെ തമിഴ്നാട്ടിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ, കേരളത്തിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. കേരളത്തിൽ പണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ 2020 ഫിലിം നടക്കുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് ടൈമിന് അദ്ദേഹം അബ്സെന്റ് ആയിരുന്നു. അപ്പോൾ അതിനുള്ള റീസണാണ് അദ്ദേഹം പറയുന്നത്. അത് തമിഴ്നാട്ടിൽ വേറെ രീതിയിൽ പറയുന്നുണ്ട്, കേരളത്തിൽ വേറെ രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ വീഡിയോ രണ്ടും ഒന്ന് കണ്ടിട്ട് വരാം. 2020 ரொம்ப இன்ட்ரெஸ்டிங். இந்த இது படத்தோடு கடைசி ஷாட்ல இப்படி இருக்கணும். ஓகே, இதுல ஒரு படம் என்ன ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே, என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல, சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன், சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். இவங்க 3 பேரும் மட்டும்தான் நடந்து வராங்க. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതേ സംഭവം കേരളത്തിൽ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഒക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. കേരളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ഇന്റർവ്യൂവിൽ. അപ്പോ ഇദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുള്ള റീസൺ മേ ബി കേരളത്തിലത്തെ ആൾക്കാരെ സെന്റിമെന്റ്സായ അയ്യപ്പന്റെ, അതായത് ശബരിമല അദ്ദേഹം പറഞ്ഞു. അതേപോലെ തമിഴ്നാട്ടിൽ അവിടുത്തെ ജനങ്ങളുടെ സെന്റിമെന്റ്സ് എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും ദീപാവലി, പൊങ്കൽ അതുപോലത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്.